ഗുഡ് ഈവനിങ്. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് വെർട്ടിക്കൽ ഫോം ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് ആണ്. നോൺ കോർപ്പറേറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വെർട്ടിക്കൽ ഫോമിലും അതേപോലെ തന്നെ ഹൊറിസോണ്ടൽ ഫോമിലും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അവർക്ക് പ്രിപ്പയർ ചെയ്യാവുന്നുള്ളത്. അപ്പോൾ വെർട്ടിക്കൽ ഫോമിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് ഒരു നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. ഓക്കെ. The vertical form arrange items of income, expense, asset and liabilities in a vertical sequence to provide a clear picture of business operational efficiency and the financial position. ഒരു ബിസിനസിന്റെ ഓപ്പറേഷൻ എഫിഷ്യൻസിയെ കുറിച്ചും അതുപോലെ തന്നെ അതിന്റെ ഫിനാൻഷ്യൽ പൊസിഷനെ കുറിച്ചും നമുക്കൊരു ക്ലിയർ പിക്ചർ, കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ അവരുടെ ഇൻകത്തിനെയും എക്സ്പെൻസിനെയും അതുപോലെ തന്നെ അസറ്റിനെയും ലയബിലിറ്റീസിനെയൊക്കെ എന്ത് ചെയ്യുന്നു, വെർട്ടിക്കൽ ഫോമിൽ അറേഞ്ച് ചെയ്യുന്നു. ഓക്കെ. അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് വെർട്ടിക്കൽ ഫോം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അതിൽ നോക്കുക, ഇൻകം സ്റ്റേറ്റ്മെന്റ്. വെർട്ടിക്കൽ ഫോമിൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. ഇൻകം സ്റ്റേറ്റ്മെന്റ് നമ്മൾ അക്കൗണ്ട്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ. വെർട്ടിക്കൽ ഫോമിലേക്ക് മാറ്റുമ്പോൾ അത് ശരിക്കും ഒരു എന്താ പറയുക, സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്കാണ് മാറുന്നത്. പെർട്ടിക്കുലർ എമൗണ്ട് എന്നുള്ള രീതിയിലാണ് അതിന്റെ കോളംസ് പോകുന്നത്. ഓക്കെ. രണ്ട് വശങ്ങളിലായിട്ടല്ല നമ്മൾ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ്, അതിന്റെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നതിന് പകരം പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ള രൂപത്തിലായിരിക്കും പറയുക, അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്നായിരിക്കും പറയുക. ഓക്കെ. ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് ആയതുകൊണ്ടാണ്. അപ്പോൾ നോക്കൂ, ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഡിസ്പ്ലേ ഗ്രോസ് പ്രോഫിറ്റ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് പ്രോഫിറ്റ്. അവർ ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, വെർട്ടിക്കൽ ഫോമിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ആ ഒരു ഓർഗനൈസേഷന്റെ ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്, അവരുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എത്രയാണ്, നെറ്റ് പ്രോഫിറ്റ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ. ദെൻ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം അല്ലെ? എന്താണ്? സെയിൽസ് നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്തിട്ട് കിട്ടുന്നതാണ് എന്ത്, ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്. അതായത് ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും നമ്മൾ ഏൺ ചെയ്തിട്ടുള്ള നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും ഓപ്പറേറ്റിംഗ് എന്താണ് എക്സ്പെൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. ഓപ്പറേറ്റിംഗ് ഇൻകം ഉണ്ടാവും, ഗ്രോസ് പ്രോഫിറ്റിനോട് കൂടി ഓപ്പറേറ്റിംഗ് ഇൻകം കൂടി ആഡ് ചെയ്യും. ആ ഓപ്പറേറ്റിംഗ് ഇൻകവും ആഡ് ചെയ്ത് കിട്ടിയ എമൗണ്ട് അതിൽ നിന്നും എന്ത് ചെയ്യുക, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമുക്ക് കിട്ടിയല്ലോ, ആ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്നും പ്രോഫിറ്റിനോട് കൂടി നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് അതുപോലെ തന്നെ ആഡ് ചെയ്യുക, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ്. അതിൽ നിന്നും നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഗ്രോസ് പ്രോഫിറ്റ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്, ഈ മൂന്നും ആണ് നമ്മുടെ ഈ വെർട്ടിക്കൽ ഫോമിലുള്ള ഇൻകം സ്റ്റേറ്റ്മെന്റിനകത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം അതിന്റെ ഒരു ഫോർമാറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഫോർമാറ്റിൽ നിന്നൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. കറന്റ് നിങ്ങളുടെ സിലബസിൽ ഇപ്പോഴും കുറച്ച് പഴയ ഒരു ഇതിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഇത് പഠിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ സിലബസ് അനുസരിച്ചുള്ള ഫോർമാറ്റ് തന്നെ നിങ്ങൾ പഠിക്കുക. ഓക്കെ. അപ്പോൾ ഇത് ഇമ്പാക്ട് ഓഫ് നോൺ ഓപ്പറേറ്റിംഗ് ആൻഡ് എക്സ്പെൻസ് ഈസ് clearer when prepared in vertical form. So opposite to the traditional trading and profit and loss account. അപ്പോൾ നമുക്ക് എന്താണ് ട്രഡീഷണൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഇൻകം സ്റ്റേറ്റ്മെന്റ് വെർട്ടിക്കൽ ഫോമിൽ പ്രിപ്പയർ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ഏകദേശം എല്ലാ ഒരു ക്ലിയർ പിക്ചർ കിട്ടുകയാണ് നമ്മുടെ എന്താണ് ആ ഒരു പെർട്ടിക്കുലർ ഇയറിലെ കമ്പനിയുടെ അല്ലെങ്കിൽ സ്ഥാപനത്തിന്, കമ്പനിയല്ല നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് ആണല്ലോ, അപ്പോൾ അതിന്റെ അവരുടെ എന്താണ് ഓപ്പറേഷനെ കുറിച്ച് നമുക്ക് ക്ലിയർ പിക്ചർ ഇതിൽ നിന്ന് ലഭിക്കുന്നുള്ളതാണ്. ഓക്കെ. ഇനി നിങ്ങൾ ഫോർമാറ്റ് നോക്കൂ. നിങ്ങൾ ഇവിടെ നമുക്ക് ഒരേ സമയം എന്താണ് കറന്റ് ഇയറും പ്രീവിയസ് ഇയർ എമൗണ്ട് ഇവിടെ നമ്മൾ കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് കമ്പാരിസണും കൂടി ഇവിടെ എന്താണ് സാധ്യമാകുന്നുള്ളതാണ്. ഓക്കെ. ഫോർമാറ്റ് നോക്കൂ. സെയിൽസ് ടേൺ ഓവർ, അതിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്യുന്നു, അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നു. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? അഡ്മിനിസ്ട്രേറ്റീവ്, അതായത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടീവ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടുന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്നും കൂടി നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുന്നു. അതിൽ നിന്നും എന്താണ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്നു. നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ എന്താണ് അപ്രോപ്രിയേഷൻസ് ഒക്കെ ചെയ്യുന്നു. ഓക്കെ. നമ്മുടെ സാധാരണ എന്താണ് നമ്മൾ ഒരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? അവിടെ ഈ ഒരു ഭാഗം, ഗ്രോസ് പ്രോഫിറ്റിന്റെ ഭാഗം എവിടെയായിരിക്കും? ട്രേഡിംഗ് അക്കൗണ്ടിലായിരിക്കും അല്ലെ? പിന്നെ ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്, ഈ ഒരു ഭാഗം എവിടെയായിരിക്കും? അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്തായിരിക്കും.
അല്ലെ? ഈ ഭാഗമോ അപ്രോപ്രിയേഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അവിടെ ആയിരിക്കും. ഓക്കെ. ഹൊറിസോണ്ടൽ ഫോമിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏകദേശം 3 ടൈപ്പ് അക്കൗണ്ട് ആണ് അല്ലെ? ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പിന്നെന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിനെയാണ് നമ്മളിവിടെ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റിൽ കാണിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റും കൂടെ. ഓക്കെ, ക്ലിയർ. ഇനി അടുത്തത് നമ്മൾ ബാലൻസ് ഷീറ്റിനെ കുറിച്ചാണ് പറയുന്നത്. വെർട്ടിക്കൽ ഫോമിൽ ബാലൻസ് ഷീറ്റ് എങ്ങനെ വരും എന്നുള്ളതാണ്. അപ്പോൾ ബാലൻസ് ഷീറ്റ് ഷോസ് ഓണേഴ്സ് ക്യാപിറ്റൽ, ബോറോഡ് ക്യാപിറ്റൽ ആൻഡ് നെറ്റ്വർക്ക് ക്യാപിറ്റൽ ഇൻ വെർട്ടിക്കൽ സ്ട്രക്ചർഡ് ലേഔട്ട്. അപ്പോൾ ഒരു വെർട്ടിക്കൽ സ്ട്രക്ചർഡ് ലേഔട്ടിലുള്ള ഒരു ബാലൻസ് ഷീറ്റിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓണറുടെ ക്യാപിറ്റൽ എത്രയാണ് ബോറോഡ് ക്യാപിറ്റൽ, അതുപോലെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെയാണ്, അതൊക്കെ നമുക്ക് ആ ഒരു ഫോർമാറ്റിൽ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. സോൾ ട്രേഡർ ആൻഡ് പാർട്ണർഷിപ്പ് ഫേം റെയർലി യൂസ് ദീസ് വെർട്ടിക്കൽ ഫോംസ്. പക്ഷേ ഇങ്ങനെയൊക്കെ ഗുണമുണ്ടെങ്കിലും ഒരു സോൾ ട്രേഡർ അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് ഫേമുകളൊക്കെ ഇത്തരത്തിലുള്ള ഒരു വെർട്ടിക്കൽ ഫോം ഓഫ് ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷൻ അവർ വളരെ റയർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അവർ അങ്ങനെ അധികം പ്രിഫർ ചെയ്യുന്ന ഒന്നല്ല വെർട്ടിക്കൽ ഫോം ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ. കാരണം ഇത് നമുക്ക് ഒരുപാട് കണ്ടന്റ്, ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് അഡീഷണൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഇത് വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് ഒരു ഹൊറിസോണ്ടൽ ഫോം ഓഫ് ബാലൻസ് ഷീറ്റിനേക്കാളും പ്രയാസമാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കാൻ പ്രയാസമാണ് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് നോക്കുക. അവിടെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതും ഞാൻ പറഞ്ഞു കുറച്ച് പഴയ ഫോർമാറ്റ് ആണ്. പുതിയ ഫോർമാറ്റ് ചിലപ്പോൾ നിങ്ങൾ ഡിഗ്രി ക്ലാസ്സിൽ ഇതിനേക്കാളും പുതിയ ഫോർമാറ്റ്, അപ്ഡേറ്റഡ് ഫോർമാറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. നിങ്ങളുടെ സിലബസിൽ ഇതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഈ ഒരു രീതിയിൽ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ തന്നെ 2 വർഷത്തെ ഡാറ്റ, കറണ്ട് ഇയർ, പ്രീവിയസ് ഇയർ ഡാറ്റ ഉണ്ടാവും. അത് നമുക്ക് കമ്പയർ ചെയ്യാൻ ഉപകാരപ്പെടും. ഓക്കെ. ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. പിന്നെ ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ എന്നുള്ള രീതിയിലാണ് താഴെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസ് എന്നുള്ള ഹെഡാണ് കൊടുക്കുക. അതിന് താഴെയാണ് ഐറ്റംസ് എഴുതാറുള്ളത്. പിന്നെ ഈ ഫിക്സഡ് അസറ്റിന് പകരം നോൺ കറണ്ട് അസറ്റ് എന്നുള്ള ടേംസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ സിലബസ് തന്നിട്ടുള്ള അതേ രീതിയിൽ പഠിച്ചോളൂ. ഓക്കെ. ദെൻ ഇവിടെ ദ ലിസ്റ്റ് ഈസ് നോട്ട് എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ തന്നെ ഇതിന് താഴെ നോട്ടായിട്ട് പറയുന്നുണ്ട് ഇത് കംപ്ലീറ്റ് ലിസ്റ്റ് അല്ല എന്നുള്ളത്. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് മോഡലാണ്, അല്ലെങ്കിൽ ആക്യുറേറ്റ് മോഡലാണെന്ന് വിചാരിക്കേണ്ട. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഈ ഫോം പഠിക്കുക. എനിക്ക് തോന്നുന്നത് ഏറ്റവും ബെറ്റർ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടായിരുന്ന അതേ ഫോം തന്നെ പഠിക്കുന്നതായിരിക്കും. നമ്മുടെ ഈ ഒരു അപ്ഡേറ്റഡ് വെർഷൻ പഠിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഓക്കെ. ഇനി ഓപ്പറേറ്റിംഗ് ആൻഡ് വിഎസ് നോൺ ഓപ്പറേറ്റിംഗ്. ഓപ്പറേറ്റിംഗ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഓർ ലോസ് ആണ്. എന്താണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞെങ്കിൽ എന്തായാലും പേര് തന്നെയുണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലെ? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നിന്നും നമ്മൾ നമ്മുടെ ബിസിനസ് ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിനെയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ദ റിസൾട്ട് വെൻ ഓപ്പറേറ്റിംഗ് ഇൻകം എക്സീഡ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. അതായത് ഓപ്പറേറ്റിംഗ് ഇൻകം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിനേക്കാൾ കൂടുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ടിനെ വിളിക്കുന്നവരാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ലോസ് ആകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് അല്ലേ? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഓപ്പറേറ്റിംഗ് ഇൻകത്തിനേക്കാൾ കൂടി നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ് ഓപ്പറേറ്റിംഗ് ലോസ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ലോസ് എന്ന് പറയണമെങ്കിൽ ഒരു ബിസിനസിന്റെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നിന്നും ഏൺ ചെയ്യുന്ന ലാഭമോ നഷ്ടമോ ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ. നോക്കൂ, ഓപ്പറേറ്റിംഗ് ഇൻകം റെഫേഴ്സ് ടു റവന്യൂ ഫ്രം കോർ ബിസിനസ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ബിസിനസിന്റെ ബിസിനസ് ആക്ടിവിറ്റി എന്താണോ, മെയിൻ ആക്ടിവിറ്റി എന്താണോ, ആ റവന്യൂ ഏണിംഗ് ആക്ടിവിറ്റിയിൽ നിന്നും ആ ബിസിനസ് ഏൺ ചെയ്യുന്ന വരുമാനത്തിനെയാണ് ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ. എക്സാമ്പിൾ നോക്കൂ, സെയിൽസ് ഓഫ് ഗുഡ്സ് ഇൻ ട്രേഡിംഗ് കൺസേൺ. ഒരു ട്രേഡിംഗ് കൺസേണിന്റെ സെയിൽ ഓഫ് ഗുഡ്സ് ഒരു ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആണ്. താഴെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞ തന്നെ സെയിൽ ഓഫ് ഗുഡ്സോ ഇൻ എ ട്രേഡിംഗ് കമ്പനി. പിന്നെ കൺസ്ട്രക്ഷൻ വർക്ക് ഇൻ എ കൺസ്ട്രക്ഷൻ കമ്പനി. ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞെങ്കിൽ അവരുടെ കൺസ്ട്രക്ഷൻ വർക്കാണ് അത്. പിന്നെ ലോൺ ഗ്രാൻഡിങ് ഇൻ ഫിനാൻഷ്യൽ കമ്പനി. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോൺ നൽകുക എന്നുള്ളതാണ്. ഓക്കെ. അങ്ങനെ നമ്മൾ സ്ഥാപിക്കുന്ന നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ പ്രധാന ആക്ടിവിറ്റി എന്താണോ, കോർ ആക്ടിവിറ്റി എന്താണോ, അതിൽ നിന്നും ഏൺ ചെയ്യുന്ന വരുമാനത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇവിടെ നോക്കൂ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണാനുള്ള ഒരു ഫോർമുലയുണ്ട്. എന്താണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിന് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ആണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റിന് പുറമെ ഓപ്പറേറ്റിംഗ് ഇൻകംസ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റിൽ തന്നെ ഓപ്പറേറ്റിംഗ് ഇൻകം ഉണ്ടാവുന്നതാണ് ഒരു പ്രത്യേകത. ഓക്കെ. ഇനി അടുത്തത് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ആണ്. നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ആണ് എന്താണ്? ദീസ് ആർ നോട്ട് റിലേറ്റഡ് ടു കോർ ബിസിനസ് ആക്ടിവിറ്റീസ്. ഒരു ബിസിനസിന്റെ മെയിൻ ആക്ടിവിറ്റീസ് എന്താണോ അതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒന്നല്ല നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് എന്ന് പറയുന്നത്.
എക്സാമ്പിൾസ് എന്താണ്? റെന്റ് റിസീവ്ഡ്. ബിസിനസിന്റെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ പ്രോഡക്റ്റ് വിൽക്കുന്നതാണ് എങ്കിൽ ചിലപ്പം അവർക്ക് ബിൽഡിങ്ങിന്റെ ഏതെങ്കിലും അവരുടെ ബിസിനസ് നടത്തുന്ന ആ ബിൽഡിങ്ങിന്റെ ഏതെങ്കിലും പോർഷൻസ് ചിലപ്പോൾ അവര് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടാവും. അപ്പൊ അതിന് കിട്ടുന്ന റെന്റ്, പിന്നെ അവർ എന്തെങ്കിലും എമൗണ്ട് എന്താണ് ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവും, അതിന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, അവർ ഏതെങ്കിലും കമ്പനിയുടെ ഷെയർ എടുത്തിട്ടുണ്ടാവും, അതിന് കിട്ടുന്ന ഡിവിഡന്റ്, ഇതൊക്കെ എന്താണ്? അതൊക്കെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ആണ്. ക്ലിയർ? അപ്പൊ അത്തരത്തിലുള്ള ഐറ്റംസിനാണ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കൂ, എക്സ്പെൻസ് നോട്ട് റിലേറ്റഡ് ടു കോർ ബിസിനസ് ആക്ടിവിറ്റീസ്. നമ്മൾ എന്താണ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം പറഞ്ഞ പോലെ തന്നെ ബിസിനസിന്റെ മെയിൻ ആക്ടിവിറ്റീസുമായി റിലേറ്റഡ് അല്ലാത്ത എക്സ്പെൻസിനെയാണ് വിളിക്കുന്നത് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്നുള്ളത്. എക്സാമ്പിൾസ് നോക്കൂ, ഇൻട്രസ്റ്റ് ഓൺ ബോറോയിങ്സ്, അതായത് നമ്മൾ എന്താണ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഫോർ എക്സാമ്പിൾ നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ ആ ലോണിന് നൽകുന്ന ഇൻട്രസ്റ്റ്, അതൊക്കെ എന്താണ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. ദെൻ ലോസ് ഓൺ ദി സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ് ഓർ ഇൻവെസ്റ്റ്മെന്റ്, ഫിക്സ്ഡ് അസറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം, അതും നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അപ്പം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്നും നമ്മൾ ഈ നോൺ ഓപ്പറേറ്റിംഗ് എന്താണ് എക്സ്പെൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഈ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ബിസിനസിന്റെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കൂ, ദീസ് ഐറ്റംസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ഇൻകം സ്റ്റേറ്റ്മെന്റ് ടു ഡിറ്റർമൈൻ ദി ഓവറോൾ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ഓൾ ബിസിനസ് ഓഫ് ദി ബിസിനസ്. ബിസിനസിന്റെ ഓവറോൾ നെറ്റ് പ്രോഫിറ്റ് കിട്ടുവാൻ വേണ്ടി നമ്മൾ അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഐറ്റംസും നമ്മൾ എടുക്കും. ഏതൊക്കെ? ഓപ്പറേറ്റിംഗ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് എല്ലാം നമ്മൾ എടുക്കും. അങ്ങനെ ഏറ്റവും ഫൈനലി കിട്ടുന്ന ആൻസർ ആണ് നമ്മുടെ ബിസിനസ് നെറ്റ് റിസൾട്ട് ആയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. അടുത്ത നമ്മൾ ഇനി നോക്കുന്നത് കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആണ്. അപ്പോൾ കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നോൺ കോർപ്പറേറ്റ് എന്റിറ്റീസിനെ കുറിച്ചാണ്. അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നോക്കുന്നത് ഒരു കോർപ്പറേറ്റ് എന്റിറ്റീസ്, അതായത് കമ്പനി പോലെയുള്ള സ്ഥാപനങ്ങൾ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതിന്റെ പ്രൊസീജിയേഴ്സും മറ്റു കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. നോക്കുക, the process of preparing financial statement for companies is similar to non-corporate entities, but with additional legal and specific requirements. അപ്പം ഒരു കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ എന്റിറ്റീസ്, അതായത് കമ്പനി പോലെയുള്ള സ്ഥാപനങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഈ നോൺ കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെ എന്താണ് അതേ രീതി തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. വെർട്ടിക്കൽ ഫോർമാറ്റിലൊക്കെ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതേ റൂളൊക്കെയാണ്. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ ബട്ട് വിത്ത് അഡീഷൻ, പക്ഷെ ഇവിടെ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള നിയമപരമായിട്ട് എന്താണ് സ്പെസിഫിക് റിക്വയർമെന്റ്സ്, നിയമപരമായിട്ടുള്ള ഒരുപാട് എന്താണ് ആവശ്യകതകൾ ഈ കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന്റെ സമയത്ത് കോർപ്പറേറ്റ് എന്റിറ്റീസിന് ചെയ്യാനുണ്ട്. ഓക്കെ, ആ നിയമത്തിൽ പറയുന്ന കുറെ കാര്യങ്ങൾ അവർ ചെയ്യാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വെർട്ടിക്കൽ ഫോം ആണെങ്കിൽ ഹൊറിസോണ്ടൽ ഫോം ആണെങ്കിൽ അവർക്ക് സ്വീകരിക്കാമെങ്കിൽ ഇവർക്ക് അങ്ങനെ ഇവരുടെ ചോയ്സ് ഒന്നും ഉണ്ടാവും. ഇവിടെ കമ്പനീസ് ആക്ടിൽ പറയുന്ന ആ ഒരു ഫോർമാറ്റ് തന്നെ എന്ത് ചെയ്യണം, ഈ അവര് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യണം, നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ സെബിയുടെ ആക്ടും കമ്പനീസ് ആക്ടും പിന്നെന്താണ് ഒക്കെ ഇവർക്ക് ഈ കോർപ്പറേറ്റ് എന്റിറ്റീസിന് ബാധകമായിട്ട് വരും. ക്ലിയർ? ഇനി നോക്കൂ, കീ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോർപ്പറേറ്റ് റിപ്പോർട്ടിംഗ് ഇൻക്ലൂഡ്. അപ്പോൾ കോർപ്പറേറ്റ് റിപ്പോർട്ടിംഗിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് നോക്കുമെന്ന്. കമ്മ്യൂണിക്കേറ്റിംഗ് എക്കണോമിക് ഇൻഫർമേഷൻ. നമുക്കൊരു ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്തിനാണ്? അപ്പം ഏത് കോർപ്പറേറ്റ് ആയിക്കോട്ടെ നോൺ കോർപ്പറേറ്റ് ആയിക്കോട്ടെ എന്തിനാണ്? എക്കണോമിക് ഇൻഫർമേഷൻസ് അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നൽകുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. കമ്മ്യൂണിക്കേറ്റ് എക്കണോമിക് ഇൻഫർമേഷൻ അബൌട്ട് റിസോഴ്സസ് ആൻഡ് പെർഫോമൻസ് ടു യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ദെൻ അടുത്ത് നോക്കൂ, ഹാർമണൈസിങ് അക്കൗണ്ടിംഗ് പ്രാക്ടീസസ് ടു മീറ്റ് ഡൈവേഴ്സ് ഡിസിഷൻ മേക്കിംഗ് നീഡ്സ്. എന്താണ് ഒരു ഓർഗനൈസേഷന്റെ പലതരത്തിലുള്ള ഡിസിഷൻ മേക്കിംഗ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ അക്കൗണ്ടിങ് വേണ്ടിയിട്ട് അതിന് സാധിക്കുന്ന തരത്തിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസിന് ഉപയോഗിക്കുക എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. പിന്നെന്താണ്? എൻഷുറിംഗ് ട്രാൻസ്പെറൻസി, കൺസിസ്റ്റൻസി, കമ്പാരബിലിറ്റി ആൻഡ് റിലയബിലിറ്റി ഓഫ് ദി ഡിസ്ക്ലോസ്ഡ് ഇൻഫർമേഷൻ. അതായത് കമ്പനി ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷന്റെ അതിന്റെ ട്രാൻസ്പെറൻസി, അതിന്റെ കൺസിസ്റ്റൻസി, കമ്പാരബിലിറ്റി ആൻഡ് റിലയബിലിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതും ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. ഓക്കെ, ദെൻ അടുത്ത എന്താണ്? ഇംപ്രൂവിംഗ് ദി ഓവറോൾ ക്വാളിറ്റി ഓഫ് ഫിനാൻഷ്യൽ പ്രസന്റേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ്. ഫിനാൻഷ്യൽ പ്രസന്റേഷൻ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് അതിന്റെ റിപ്പോർട്ടിങ്ങിന്റെ സമയത്ത് എന്താണ് ഒരു ക്വാളിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതും ഇതിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് നമുക്ക് പറയാം. അത് കോർപ്പറേറ്റ് റിപ്പോർട്ടിങ്ങിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, ഇതിനകത്ത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്താണെന്ന് നോക്കൂ. The Institute of Chartered Accountants of India (ICAI) has developed 28 accounting standards to standardize accounting practice and ensuring that financial statements are meaningful, useful, and order to public accountability principles.
അപ്പം ഇന്ത്യയിൽ നമുക്കറിയാം ഏറ്റവും ടോപ്പ് എന്താണ് അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ടിട്ട് ICAI ആണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ നേതൃത്വത്തിൽ ഒരു 28 അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? ടു സ്റ്റാൻഡർഡൈസ് അക്കൗണ്ടിംഗ് പ്രാക്ടീസസ് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഒരു എൻഷുറിംഗ് ദാറ്റ് ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് ആർ മീനിങ് ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് ഉപകാരപ്രദമാവാൻ വേണ്ടിയിട്ട്, യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട്, ഓതർ ടു പബ്ലിക് അക്കൗണ്ടബിലിറ്റി പ്രിൻസിപ്പിൾ, പബ്ലിക്കിനോട് ഒരു ബാധ്യത ഉണ്ടല്ലോ, അതൊക്കെ കൃത്യമായിട്ട് പാലിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ ആവശ്യങ്ങളും കൃത്യമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, മീനിങ് ഫുൾ ആവാൻ വേണ്ടി, യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട്, പബ്ലിക് അക്കൗണ്ടബിലിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് സർട്ടൻ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ 28 അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിലൂടെ പറയുന്നത്. ഓരോരോ സാഹചര്യങ്ങളിൽ എന്തെല്ലാം ചെയ്യണം. ഓക്കെ, അതാണ് അതിനകത്ത് പറയുന്നത്. ഇനി അടുത്തത് ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ്. ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നു, അതിന്റെ ലീഗൽ ഫ്രെയിംവർക്ക് എന്തൊക്കെയാണ്, അതായത് നിയമപരമായിട്ടുള്ള വശം എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ കമ്പനീസ് ആക്ട് 1956 കാര്യമാണ് ഇവിടെ പറയുന്നത്. സെക്ഷൻ 209 മുതൽ 223 വരെയാണ് അതിനകത്തുള്ളത്. കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 209 മുതൽ 223 വരെയുള്ള കാര്യം ഇതിനകത്ത് പറയുന്നത് എന്താണ്? ഒരു ഫിനാൻസ് സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഈ 1956 കമ്പനീസ് ആക്ട് ആക്ച്വലി ഇന്ന് മാറിയിട്ടുണ്ട്. ഇന്ന് കമ്പനീസ് ആക്ട് 2013 ആണ്. പക്ഷെ നമുക്ക് നിങ്ങളുടെ സിലബസിൽ ഇപ്പോഴും ഇത് തന്നെയാണ് കിടക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇത് പഠിച്ചോളൂ. ഓക്കെ, സെക്ഷൻ 209 എന്താ പറയുന്നത്? 209 മാൻഡേറ്റ് മെയിൻറ്റെയിനിങ് പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കവറിംഗ് റെസിപ്റ്റ്, ഡിസ്ബേഴ്സ്മെന്റ്, സെയിൽസ് പർച്ചേസ്, റോ മെറ്റീരിയൽ, ലേബർ ആൻഡ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. സെക്ഷൻ 209 എന്താണ്? പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, അതായത് നമ്മൾ ഓരോ ഓർഗനൈസേഷനും കൃത്യമായിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതായത് റെസിപ്റ്റ്സിന്റെയും ഡിസ്ബേഴ്സ്മെന്റിന്റെയും സെയിൽസിന്റെയും പർച്ചേസിന്റെയും റോ മെറ്റീരിയൽസിന്റെയും ലേബറുമായി ബന്ധപ്പെട്ട്, അസറ്റുമായി ബന്ധപ്പെട്ട്, ലയബിലിറ്റീസുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് പ്രോപ്പർ ആയിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 209. ഓക്കെ, സെക്ഷൻ 211 പറയുന്നത് റിക്വയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അറ്റ് പ്രസന്റ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദി കമ്പനീസ് ഫിനാൻഷ്യൽ പൊസിഷൻ. അപ്പോൾ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കണം? ട്രൂ ആൻഡ് ഫെയർ വ്യൂ, കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫിനാൻഷ്യൽ പൊസിഷനെ കുറിച്ച് ഒരു കൃത്യമായിട്ടുള്ള, അതായത് നമ്മൾ മനഃപൂർവ്വമായിട്ട് വീഴ്ചകൾ വരുത്തുന്നതാവരുത്. ചിലപ്പോൾ എന്തെങ്കിലും വീഴ്ചകളൊക്കെ ഉണ്ടെങ്കിലും പോരായ്മകൾ ഉണ്ടാവും. പക്ഷെ അതിന്റെ മാക്സിമത്തിലുള്ളതായിരിക്കണം നമ്മൾ പ്രസന്റ് ചെയ്യുന്ന നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതാണ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ എന്ന് പറയുന്നത്. നമ്മുടെ അറിവിൽ മിസ്റ്റേക്കുകളൊന്നും അതിൽ ഉണ്ടാവാൻ പാടില്ല. മിസ്റ്റേക്കുകളോ ഒന്നും ഇല്ലാതെ സത്യമായ ഇൻഫർമേഷൻസ് അതിൽ പ്രസന്റ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അപ്പൊ 211 അതാ പറയുന്നത്. ദെൻ 210 നോക്കൂ. ഡിമാൻഡ് ദി പ്രസന്റേഷൻ ഓഫ് ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് അറ്റ് ദി ആനുവൽ ജനറൽ മീറ്റിംഗ് അലോങ് വിത്ത് ഓഡിറ്റേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ് റിപ്പോർട്ട്. അതുപോലെ തന്നെ ആനുവൽ ജനറൽ മീറ്റിംഗിൽ, കമ്പനിയുടെ ആനുവൽ ജനറൽ മീറ്റിംഗ് ഉണ്ടാവില്ല എല്ലാ വർഷവും. ആ ജനറൽ മീറ്റിംഗിൽ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് പ്രസന്റ് ചെയ്യണം. ഓഡിറ്റേഴ്സിനും ഡയറക്ടേഴ്സിനും റിപ്പോർട്ട് കൂടി ചേർത്തിട്ട് എന്ത് ചെയ്യണം? ആനുവൽ ജനറൽ മീറ്റിംഗിൽ നമ്മുടെ സെക്ഷൻ 210 അനുസരിച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ്, അതാത് വർഷത്തെ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രസന്റ് ചെയ്യണം. സെക്ഷൻ 215 പറഞ്ഞ മാൻഡേറ്റ് ഓതന്റിക്കേഷൻ ഓഫ് ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് ബൈ മാനേജർ, സെക്രട്ടറി ആൻഡ് അറ്റ്ലീസ്റ്റ് 2 ഡയറക്ടേഴ്സ്. വൺ മസ്റ്റ് ബി എ മാനേജിംഗ് ഡയറക്ടർ. അതുപോലെ തന്നെ നമ്മുടെ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യണം? ഓതന്റിക്കേറ്റ് ചെയ്യണം. അത് കൃത്യമായിട്ട് അതിന് അപ്രൂവ് നൽകാന്ന് പറയില്ല. ഓതന്റിക്കേറ്റ് ചെയ്യണം അവര് കണ്ടതിന് ശേഷം, മാനേജറും സ്ഥാപനത്തിന്റെ മാനേജർ, സെക്രട്ടറി, പിന്നെ ഡയറക്ടർമാരിൽ 2 പേര്, ഡയറക്ടർമാരിൽ അറ്റ്ലീസ്റ്റ് 2 ഡയറക്ടർമാരിൽ 2 പേരെങ്കിലും എന്ത് ചെയ്യണം? അത് ഓതന്റിക്കേറ്റ് ചെയ്യണം. അതിൽ ഒരു ഡയറക്ടർ എന്തായിരിക്കണം? മാനേജിംഗ് ഡയറക്ടർ ആയിരിക്കണം. ഓക്കെ, അതാണ് സെക്ഷൻ 209 മുതൽ 223 വരെയുള്ള സെക്ഷൻസ്. അതിന് മെയിൻ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ആണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. 209, 211, 210, 215. ഓക്കെ, നോട്ട് ചെയ്യണം ഈ സെക്ഷൻസ് ഒക്കെ എന്താണെന്നുള്ളത്, അവരുടെ എന്തൊക്കെയാണ് അതിൽ പറയുന്നത്. ഓക്കെ, ഇനി these regulations ensure finance statements are free from personal bias and pre-prepared in accordance with generally accepted accounting principles and accounting standards. And are prepared in accordance with enabling fair. These regulations ensure finance statements are free from personal bias and are prepared in accordance with the generally accepted accounting principles and accounting standards, enabling fair interpretation of companies' financial performance and positions. അപ്പോൾ ഈ ഒരു നിയമങ്ങൾ, റെഗുലേഷൻസ് നമുക്കിവിടെ എന്താണ് ഉറപ്പുവരുത്തുന്നത്? ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് പേഴ്സണൽ ബയാസുകൾ, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ
ആശയങ്ങളും കടന്നു കൂടിയിട്ടുള്ള ഒരു ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് അല്ല എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു നിയമം ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം റിപ്പയർ ചെയ്യുന്നത് ഗ്യാപ്പ് കമ്പനി ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് അനുസരിച്ചും അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് അനുസരിച്ചും ആണ് എന്നുള്ളതും, അതുപോലെ തന്നെ എന്താണ് ഒരു ഫെയർ, ഒരു സത്യസന്ധമായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ, കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസിനെ കുറിച്ച് അല്ലെങ്കിൽ പൊസിഷനെ കുറിച്ച് ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ ഇവർ ഇതിലൂടെ ഉറപ്പുവരുത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ നിയമങ്ങളുമായി. ഓക്കെ, ഇനി അടുത്ത നോക്കുക, ഐറ്റംസ് പെക്യുലർ ടു കോർപ്പറേറ്റ് ബാലൻസ് ഷീറ്റ്. ഒരു കോർപ്പറേറ്റ് ബാലൻസ് ഷീറ്റിൽ വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണ്, പെക്യുലർ ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഒരു ഒന്നാമത്തെ ഐറ്റം ഷെയർ ക്യാപിറ്റൽ ആണ്. ഷെയർ ക്യാപിറ്റൽ ഒരു കോർപ്പറേറ്റ് ബാലൻസ് ഷീറ്റിനകത്ത് ഷെയർ ക്യാപിറ്റലിനെ കുറിച്ച് എന്തുണ്ടാവും, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാവും. അത് ഡീറ്റെയിൽസ് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്രയാണ്, ഇഷ്യൂഡ് ക്യാപിറ്റൽ എത്രയാണ്, എത്രയാണ് സബ്സ്ക്രൈബ് ക്യാപിറ്റൽ എത്രയാണ്, അത് രണ്ട് ഷെയറിനെ കുറിച്ചും, ബോത്ത് പ്രിഫറൻസ് ആൻഡ് ഇക്വിറ്റി ഷെയർസിനെ കുറിച്ചും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, എന്താ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കമ്പനിക്ക് മാക്സിമം എന്താണ് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന ഷെയർ ഓഫ് ക്യാപിറ്റൽ, മാക്സിമം എന്താണ് ക്യാപിറ്റലായിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന എമൗണ്ടിനെയാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. then ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, ആ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഇപ്പോൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് എത്രയാണെന്നുള്ളതാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇപ്പോൾ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് അപ്പോൾ നമ്മളൊരു 10,000 ഷെയർ ആണ് കമ്പനി അതിന്റെ ആജീവനാന്ത കാലത്തിൽ എന്താണ് ഇറക്കാൻ വിചാരിച്ചിട്ടുള്ളത്, മാർക്കറ്റിലേക്ക് ഇറക്കാൻ വിചാരിച്ചിട്ടുള്ളതെങ്കിൽ ചിലപ്പോൾ അതിൽ ഒരു 1000 ഷെയർ ആയിരിക്കും ഇപ്പൊ കമ്പനി മാർക്കറ്റിലേക്ക് നൽകിയിട്ടുണ്ടാവും. അതാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. 1000 ഷെയറിൽ ചിലപ്പോൾ ഒരു 800 ക്യാപിറ്റൽ ആയിരിക്കും എന്താണ് പബ്ലിക് വാങ്ങിയിട്ടുണ്ടാവും. അതാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും പ്രിഫറൻസ് ഷെയറിന്റെയും ഇക്വിറ്റി ഷെയർസിന്റെയും ഇൻഫർമേഷൻസ് ഒരു ഷെയർ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട് ബാലൻസ് ഷീറ്റിനകത്ത് ഉണ്ടാവും. പിന്നെ കോൾസ് ഇൻ അരിയേഴ്സ് ഉണ്ടെങ്കിൽ അത് ഉണ്ടാവും. എന്താണ് കോൾസ് ഇൻ അരിയേഴ്സ് അറിയാലോ, ഡിഡക്റ്റഡ് ഫ്രം കോൾഡ് അപ്പ് ക്യാപിറ്റൽ. കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്ന് എന്ത് ചെയ്യും, കോൾസ് ഇൻ അരിയർ ഡിഡക്ട് ചെയ്യും വിത്ത് എ സ്പെഷ്യൽ ഡിസ്ക്ലോസർ ഓഫ് അരിയർ ഓൺ ഷെയർസ് ഹെൽഡ് ബൈ ഡയറക്ടേഴ്സ്. അപ്പൊ എന്താണ് കോൾസ് ഇൻ അരിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ള ക്യാപിറ്റലിൽ നിന്നും നമ്മൾ എന്ത് പറയും, ഇത്ര എമൗണ്ട് കോൾ ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഫൈനൽ കോൾ ചെയ്യുന്നുണ്ടാവും. ഫൈനൽ കോൾ അടയ്ക്കാൻ ആവശ്യപ്പെടുമ്പോൾ സമയത്ത് അവർ ഒരു 2 രൂപയാണ് ഫൈനൽ കോൾ എന്നായിരിക്കും ഓരോ ഷെയറിന്. അതിൽ ചിലപ്പോൾ ഒരു 1000 ഷെയർ ഹോൾഡേഴ്സ് ഫൈനൽ കോൾ അടയ്ക്കാൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ അതാണ് കോൾസ് ഇൻ അരിയർ എന്ന് പറയുന്നത്. അപ്പോൾ കോൾസ് ഇൻ അരിയർ ഉണ്ടെങ്കിൽ നമ്മുടെ കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്ന് അത് മൈനസ് ചെയ്യും. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ കോൾസ് ഇൻ അഡ്വാൻസ് ഉണ്ടാവും. അത് നമ്മൾ എന്താണ് ഷോൺ സെപ്പറേറ്റ്ലി അണ്ടർ കറന്റ് ലയബിലിറ്റീസ്. കറന്റ് ലയബിലിറ്റീസിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മനുഷ്യനകത്ത് അതിനെ കുറിച്ച് കാണിക്കും. പിന്നെ ഫോർഫീറ്റഡ് ഷെയർസിനെ കുറിച്ചുണ്ടാവും. ഫോർഫീറ്റഡ് ഷെയർസ് എന്തെങ്കിലും എന്താണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റലിലേക്ക് അതിനെ ആഡ് ചെയ്യുന്നതാണ്. ദെൻ നോൺ ക്യാഷ് കൺസിഡറേഷൻ, ഡിസ്ക്ലോസ് ഷെയർ ഇഷ്യൂഡ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. സാധാരണ എന്താണ് ഷെയർസ് ക്യാഷിനാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുക. ചിലപ്പോൾ ക്യാഷിന് അല്ലാതെ നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യാറുണ്ട്, മെർജറിന്റെ സമയത്തും അല്ല ബോണസ് ഷെയർസിന്റെ സമയത്തൊക്കെ. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡിസ്ക്ലോസ് അത് നമ്മൾ അതിനകത്ത് കാണിക്കണം. പിന്നെ എന്താണ് പ്രിഫറൻസ് ഷെയർസിനെ കുറിച്ച് കാണിക്കണം. ദ ടേംസ് ഓഫ് റിഡംഷൻ ഓഫ് കൺവേർഷൻ മസ്റ്റ് ബി സ്പെസിഫൈഡ്. അപ്പൊ എന്താണ് പ്രിഫറൻസ് ഷെയറിന്റെ റിഡംഷൻ ടേംസും കൺവേർഷൻ ടേംസും ഒക്കെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് കാണിച്ചിരിക്കണം. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കുന്ന ഷെയർ ക്യാപിറ്റലിനെ കുറിച്ച് ഇത്രയും ഇൻഫർമേഷൻ ഒക്കെ നമുക്ക് കിട്ടണം. ഓക്കെ, then excess application money ഉണ്ടെങ്കിൽ if refundable due to over subscription it should be shown under current liabilities. എന്താണ് ഒരു എക്സസ് അപ്ലിക്കേഷൻ മണി നമുക്ക് ഓവർ സബ്സ്ക്രിപ്ഷൻ കാരണം നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ് റീഫണ്ടബിൾ ആണ്. അതുകൊണ്ടാണ് അത് നമ്മുടെ കറന്റ് ലയബിലിറ്റീസിൽ അത് കാണിക്കണം. ഓക്കെ, അപ്പോൾ ഒരു ഷെയർ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട് ഇത്രയും ഇൻഫർമേഷൻസ് നമുക്ക് ബാലൻസ് ഷീറ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി അടുത്താണ് റിസർവ് ആൻഡ് സർപ്ലസ്. റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ക്യാപിറ്റൽ റിസർവ് എന്ന് പറയും. ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്രിയേറ്റഡ് ഫ്രം പ്രോഫിറ്റ് നോട്ട് ഏൺഡ് ത്രൂ നോർമൽ ഓപ്പറേഷൻസ്. എക്സാമ്പിൾ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ് ആർ നോട്ട് അവൈലബിൾ ഫോർ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ അവൈലബിൾ അല്ലാത്ത ഒരു ബിസിനസിന്റെ നോൺ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നിന്നും ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിനെയാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത്. ഓക്കെ, അത് എന്താണ് ഇവിടെ എക്സാമ്പിൾ പറഞ്ഞു, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്. അതായത് ബിസിനസിന്റെ റെഗുലർ ആക്ടിവിറ്റി എന്താണ്, ഗുഡ്സ് വിൽക്കുക, പ്രോഡക്റ്റ് വിൽക്കുക എന്നുള്ളതായിരിക്കും. അപ്പൊ അതല്ലാതെ അവരുടെ അസറ്റ് വിറ്റ് അതിൽ നിന്ന് ലാഭം ഉണ്ടാവുകയാണെങ്കിൽ അതെന്താണ് ക്യാപിറ്റൽ റിസർവ് ആണ്. ഓക്കെ, ഇനി ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് CRR നമ്മൾ പഠിച്ചതാണ് അല്ലെ. എന്താണ് ക്രിയേറ്റഡ് വെൻ റിഡീമിംഗ് പ്രിഫറൻസ് ഷെയർസ് ഫ്രം ഡിവിസിബിൾ പ്രോഫിറ്റ് ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഇഷ്യൂയിങ് ബോണസ് ഷെയർസ്. അപ്പൊ എന്താണ് നമ്മൾ പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഷെയർ ബൈബാക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു റിസർവ് ആണ് എന്ത്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് പണം ഉപയോഗിച്ചുകൊണ്ട് റിഡീം ചെയ്യുകയാണെങ്കിൽ ആ പ്രോഫിറ്റിന് എത്ര പണം ഉപയോഗിച്ചിട്ടാണോ റിഡീം ചെയ്യുന്നത് അതിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള നിയമമുണ്ട്. അപ്പൊ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നതാണ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്ന് പറയുന്നത്.
പിന്നെ സെക്യൂരിറ്റി പ്രീമിയം അറിയാം. എന്താണ് സെക്യൂരിറ്റി പ്രീമിയം? ജനറേറ്റഡ് ഫ്രം ഇഷ്യൂയിങ് ഷെയർസ് ഓർ ഡിബഞ്ചർ അറ്റ് എ പ്രൈസ് എബോവ് ദി ഫേസ് വാല്യൂ ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ സ്പെസിഫിക് പർപ്പസ് ലൈക്ക് ഇഷ്യൂയിങ് ബോണസ് ഷെയർസ്, റൈറ്റിംഗ് ഓഫ് എക്സ്പെൻസ് ഓർ പ്രീമിയം ഓൺ റിഡംഷൻ. അതായത് സെക്യൂരിറ്റി പ്രീമിയം എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റി എന്തോ ആവട്ടെ, ഷെയർ ആവട്ടെ, ഡിബഞ്ചർ ആവട്ടെ, പ്രിഫറൻസ് ഷെയർ ആവട്ടെ, അതിന്റെ ഫേസ് വാല്യൂവിനേക്കാൾ കൂടുതൽ വിലയ്ക്ക് മാർക്കറ്റിൽ നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഫേസ് വാല്യൂവിനേക്കാൾ അധികം ലഭിക്കുന്ന ആ എമൗണ്ടിനാണ് സെക്യൂരിറ്റി പ്രീമിയം എന്ന് പറയുന്നത്. അത് നമ്മൾ ഇതിനകത്ത് കാണിക്കേണ്ടതാണ്. പിന്നെ റവന്യൂ റിസർവ് ഉണ്ട്. എന്താണ് ബിസിനസിന്റെ മെയിൻ ആക്ടിവിറ്റി എന്താണോ ആ ആക്ടിവിറ്റീസിൽ നിന്നും അവർ ഏൺ ചെയ്യുന്നതിനെയാണ് റവന്യൂ റിസർവ് എന്ന് പറയുന്നത്. ക്രിയേറ്റഡ് ഫ്രം റവന്യൂ പ്രോഫിറ്റ്, റവന്യൂ പ്രോഫിറ്റിൽ നിന്നും മെയിൻ ആക്ടിവിറ്റിയിൽ നിന്നും ക്രിയേറ്റ് ചെയ്തിട്ടുള്ള റിസർവ് ആണ് റവന്യൂ റിസർവ്. ആ റവന്യൂ റിസർവ് നമുക്ക് എന്ത് ചെയ്യാം, എന്തിനൊക്കെ ഉപയോഗിക്കാം, ഡിവിഡൻഡ് നൽകാനോ ഡിവിഡൻഡിന്റെ റിഡംഷന് വേണ്ടിയിട്ടൊക്കെ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ സർപ്ലസ് എന്ന് പറഞ്ഞെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഇയറിൽ ആ ഒരു ഓർഗനൈസേഷൻ ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്, സർപ്ലസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ റിമൈനിങ് ബാലൻസ് ആഫ്റ്റർ ഡിസ്ട്രിബ്യൂട്ടിംഗ് പ്രോഫിറ്റ് ഷോൺ അണ്ടർ റിസർവ് ആൻഡ് സർപ്ലസ്. അപ്പൊ എന്താണ് പ്രോഫിറ്റ് കൊടുക്കാനുള്ള എല്ലാം കഴിഞ്ഞതിന് ശേഷം, അപ്രോപ്രിയേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് അത് കാണിക്കുന്നത് സർപ്ലസ് എന്ന പേര് റിസർവ് ആൻഡ് സർപ്ലസിനകത്ത് കാണിക്കും. ഓക്കെ, ഇത്ര ഐറ്റംസ് ആണ് റിസർവ് ആൻഡ് സർപ്ലസിനകത്ത് ഉണ്ടാവുക. ഇനി സെക്യൂർഡ് ലോൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കും. ലോൺ സെക്യൂർഡ് അഗെയിൻസ്റ്റ് അസറ്റ് ഇൻക്ലൂഡിംഗ് ഡിബഞ്ചർ ആർ ക്ലാസിഫൈഡ് ആസ് സെക്യൂർഡ് ലോൺ. ദ ടേം ഓഫ് റിഡംഷൻ ഓർ കൺവേർഷൻ ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ്. അപ്പോൾ സെക്യൂർഡ് ലോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിന് എന്താണ് നമ്മൾ ലോൺ എടുക്കുന്നത് ഒരു അസറ്റിന്റെ അഗെയിൻസ്റ്റ് അസറ്റ്, ഒരു അസറ്റ് വെച്ചിട്ടാണ് എങ്കിൽ, അപ്പൊ ആ ഒരു അസറ്റിന്റെ ഗ്യാരണ്ടിയിലാണ് നമ്മൾ ലോൺ എടുക്കുന്നതെങ്കിൽ അതിനാണ് സെക്യൂർഡ് ലോൺ എന്ന് പറയുന്നത്. അപ്പൊ ആ എന്താണ് ലോണും അതിന്റെ റിഡംഷനുമായി ബന്ധപ്പെട്ട ടേംസ് ഓഫ് കണ്ടീഷൻ ഒക്കെ അതിന്റെ കൺവേർഷൻ ടേംസ് ഒക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ദെൻ ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ സെക്യൂർഡ് ലോൺ ഈസ് ആഡഡ് ടു ദി ലോൺ ബാലൻസ്. അതുപോലെ നമ്മൾ എന്താണ് ഇൻട്രസ്റ്റ് അടയ്ക്കാൻ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സെക്യൂർഡ് ലോൺ ബാലൻസിനോട് കൂടി ആഡ് ചെയ്യണം. ഇൻട്രസ്റ്റ് അക്രൂഡ് എന്ന് പറഞ്ഞാൽ, അക്രൂഡ് മീൻസ് എന്ത് ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു ലോണ് എടുത്തു കഴിഞ്ഞാൽ ലോണിന്റെ പേയ്മെന്റ് നമ്മൾ അടയ്ക്കണം. ലോൺ പേയ്മെന്റ് അടയ്ക്കാൻ വീഴ്ച വരുത്തുകയാണെങ്കിൽ അത് ഇൻട്രസ്റ്റ് പോർഷൻ ഉണ്ട്, അക്രൂഡ് ആയിട്ടുള്ള പോർഷൻസ്, അത് നമ്മൾ ലോണിന്റെ എമൗണ്ടിനോട് കൂടി ആഡ് ചെയ്യണം. ആ എന്നിട്ട് അപ്പൊ 5 ലക്ഷം രൂപ ലോൺ ഉണ്ടെങ്കിൽ 5 ലക്ഷം രൂപയുടെ ലോണിന്റെ എമൗണ്ട് കൂടി അതിന്റെ ഇൻട്രസ്റ്റും കൂടി ആഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ടോട്ടൽ ലോൺ എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കുക, ലോൺ വേണം. അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദെൻ സെക്യൂർഡ് ലോൺസ്. ഇനി അടുത്ത അൺസെക്യൂർഡ് ലോൺ ആണ്. അൺസെക്യൂർഡ് ലോൺ എന്ന് പറയുമ്പോൾ എന്താണ്, സെക്യൂർഡ് ലോണിന്റെ നേരെ ഓപ്പോസിറ്റ് ആവും. എന്താണ്, ഒരു ലോൺ, ആ ലോൺ ഒന്നിന്റെയും ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ നമുക്ക് ലഭിക്കുന്ന ലോൺ ആണെങ്കിൽ, ലോൺ നോട്ട് ബാക്ക്ഡ് ബൈ കൊളാട്രൽ ഇൻക്ലൂഡിംഗ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഫ്രം പബ്ലിക്, ലോൺ ഫ്രം സബ്സിഡറീസ് ആൻഡ് അഡ്വാൻസസ്. അപ്പൊ എന്താണ്, സബ്സിഡറീസിൽ നിന്നും അതുപോലെ അഡ്വാൻസസ് ഒക്കെ എടുക്കുന്നതാണ് അൺസെക്യൂർഡ് ലോൺ എന്ന് പറയുന്നത്. അതായത് ഒരു കൊളാട്രൽ സെക്യൂരിറ്റീസിന്റെ സഹായത്തോടെ അല്ലെങ്കിൽ അതിന്റെ ബാക്ക്ഡ് ബൈ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ മുകളിൽ നമുക്ക് തരുന്ന ലോൺ, ഓക്കെ, ആണെങ്കിൽ അത് സെക്യൂർഡ് ലോൺ ആണ്. കൊളാട്രൽ സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ നമുക്ക് തരുന്ന ലോൺ ആണെങ്കിൽ അതിന് അൺസെക്യൂർഡ് ലോൺ എന്ന് പറയും. ഇനി അടുത്ത കറന്റ് ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ് നോക്കൂ. കറന്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പേബിൾ വിത്തിൻ 12 മന്ത് ഇൻക്ലൂഡിംഗ് ക്രെഡിറ്റേഴ്സ്, ബിൽ പേബിൾ ആൻഡ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്. കറന്റ് ലയബിലിറ്റീസ് ഒക്കെ നമുക്ക് ഒരുപാട് കേട്ട് പരിചയമുള്ള, ഒരുപാട് അറിയാവുന്ന കാര്യം തന്നെയാണ്. 12 മാസത്തിനുള്ളിൽ എന്താണ് പേയ്മെന്റ് നടത്തേണ്ട ലയബിലിറ്റീസിനാണ് കറന്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാ പറയാ, ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേബിൾ, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ഒക്കെയാണ് അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. പിന്നെ അടുത്ത പ്രൊവിഷൻസ് എന്താണ്, ഫോർ ഐറ്റംസ് ലൈക്ക് പ്രൊപ്പോസഡ് ഡിവിഡൻഡ്, ഡിപ്രീസിയേഷൻ, ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, പ്രൊവിഷൻ ആർ ഷോൺ ആസ് ഡിഡക്ഷൻ ഫ്രം ദി റെലവന്റ് അസറ്റ് ഓർ സെപ്പറേറ്റ്ലി അണ്ടർ പ്രൊവിഷൻസ്. അപ്പൊ പ്രൊവിഷൻസ് നമുക്ക് രണ്ട് രീതിയിൽ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നിക്ക് എന്താണ്, അസറ്റിൽ നിന്നും അതിന്റെ ഫിക്സ്ഡ് അസറ്റ് ഏതാണോ അസറ്റിൽ നിന്ന് നമുക്ക് എന്താണ് അസറ്റ് സൈഡിൽ മൈനസ് ചെയ്തുകൊണ്ട് കാണിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അതിന് കറന്റ് ലയബിലിറ്റീസിന് താഴെ പ്രൊവിഷൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റും. ഓക്കെ, then contingent liabilities എന്താണ്, these include potential liabilities like bill discounted claim against the company and uncalled liability on partly paid shares. These are disclosed as a footnote in the balance sheet. ഒരു ബാലൻസ് ഷീറ്റിന് താഴെ ഒരു ഫുട് നോട്ട് ആയിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റിന് അകത്തല്ല പുറത്ത് ഫുട് നോട്ട് ആയിട്ട് കാണിക്കുന്നതാണ് കണ്ടിൻജന്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ഇപ്പോ എന്താണ്, ആ സ്ഥാപനത്തിനെ സംബന്ധിച്ചിട്ടുള്ള ലയബിലിറ്റി ആയിട്ടൊന്നുമില്ല. അതിനെന്തുണ്ട്, പൊട്ടൻഷ്യൽ ലയബിലിറ്റീസ് എന്നാ പറയുന്നത്. അത് മേ ബി എന്താണ്, അത് ബിസിനസിന്റെ ലയബിലിറ്റി ആയിട്ട് ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനെ നമ്മൾ ഇപ്പോൾ തന്നെ ഡിസ്ക്ലോസ് ചെയ്യുകയാണ്. പക്ഷെ എന്താണ്, അതിനെ നമ്മൾ ബാലൻസിനകത്ത് കാണിക്കുന്നില്ല, പുറത്ത് അങ്ങനെ ലയബിലിറ്റീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ ഫുട് നോട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അതാണ് കണ്ടിൻജന്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പൊ ഇത്രയും ഭാഗം നമ്മൾ പറഞ്ഞത് എന്തുണ്ട്, അതിന്റെ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറയുന്ന ഓൾഡ് ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ നമ്മുടെ ലയബിലിറ്റി സൈഡിൽ വരുന്ന ഐറ്റംസിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ അസറ്റ് ഭാഗത്തേക്ക് പോവാണ്. അതിൽ ഒന്നാമത്താണ് ഫിക്സ്ഡ് അസറ്റ്. നോക്കൂ, ഫിക്സ്ഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നുമില്ല. നോക്കൂ, ഇൻക്ലൂഡ് ടാഞ്ചിബിൾ അസറ്റ് ലൈക്ക് ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ് ലൈക്ക് ഗുഡ് വിൽ.
only if acquired for consideration. Valuation is done at the cost minus depreciation and revaluation details are to be disclosed. അപ്പോൾ എന്താണ് ഈ ഫിക്സ്ഡ് അസറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഫിക്സ്ഡ് അസറ്റിൽ എല്ലാ ടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റ്, ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി, അതുപോലെ ഇൻടാഞ്ചിബിൾ അസറ്റുകളുടെ ഗുഡ് വില്ല് ഒക്കെ ചേർന്നാണ് എന്ത് ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുന്നത്. ഗുഡ് നമ്മൾ പർച്ചേസിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന ഗുഡ് വിൽ ഉണ്ടാവും. അപ്പോൾ ഒരു നല്ല സൽപ്പേരുള്ള ഒരു സ്ഥാപനം, ഓക്കെ, അതൊരു എന്താണ് ഫിക്സ്ഡ് അസറ്റ് ആണ്. നല്ല സൽപ്പേരുള്ള ഒരു സ്ഥാപനം നമ്മൾ ഏറ്റെടുക്കുന്നു. അല്ലാതെ നമ്മൾ സെൽഫ് ജനറേറ്റഡ് ഗുഡ് വിൽ അല്ല, നമ്മൾ പ്രവർത്തിച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഗുഡ് വിൽ